Welcome back. This is Shivna, WHSS Pinangon. Wish you all a good day. I know we both are struggling to survive this lockdown period. I want to tell you one thing. You are having so much time, so utilize it in good way and be productive. Now come to the class. In last class, we have talked about spinal cord. The spinal cord provides pathway for conducting nerve impulses to and from the brain. This spinal cord also have an important role in reflex action. Now let's see what is reflex action. I'll give you one instance. When you touch very hot object, what would you do? Immediately you will take off your hand. ഒരു ചൂടുള്ള വസ്തുവിൽ നിങ്ങളുടെ കൈ അറിയാതെ തട്ടിപ്പോയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൈ പിൻവലിക്കും. അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാല് ഷാർപ്പായിട്ടുള്ള ഒരു വസ്തുവിൽ തട്ടിയാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ കാല് പിൻവലിക്കും. In some situations, some dangerous situations, our body need quick action, quick response. ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ. ഇത്തരം സന്ദർഭങ്ങളിൽ സ്പൈനൽ കോഡാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. At that point of time, the decision is made by spinal cord. ഈ ഒരു പെട്ടെന്നുള്ള പ്രതികരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ദ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലസ്. ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. ഒരു നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. എന്നാൽ സ്പൈനൽ കോഡാണ് ഈ ഡിസിഷൻ എടുക്കുന്നതെങ്കിലും എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ ബ്രെയിനിൽ എത്തുന്നുണ്ട്. ബ്രെയിനിൽ എത്തിയിട്ട് എല്ലാ ഡാറ്റാസും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഫ്യൂച്ചർ യൂസ്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ ചൂടുള്ള ഒരു വസ്തുവിൽ തട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. അതുകൊണ്ടാണ് ഇവിടെ the brain cannot wait to get the impulses and process the informations. ഒരു ഇമർജൻസി സിറ്റുവേഷൻസ് എന്നുള്ള സ്റ്റിമുലസ് നമ്മുടെ ബ്രെയിനിലെത്തി അതിന്റെ റെസ്പോൺസ് ഉണ്ടാക്കി തിരിച്ച് മോട്ടോർ ഇമ്പൾസസ് റിലേറ്റീവ് ബോഡി പാർട്സിൽ എത്തുമ്പോഴേക്കും ആ ഭാഗത്തുണ്ടായിട്ടുള്ള അപകടം, പൊള്ളിയതാണെങ്കിൽ പൊള്ളല് കൂടിയിട്ടുണ്ടാവും, ഒരു വസ്തുവിൽ ചവിട്ടിയതാണെങ്കിൽ അത് നല്ല ഡീപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ബോഡി നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന ആക്ഷൻ, ക്വിക്ക് ആക്ഷൻ ആണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ടീച്ചർ പറയാം. യു ആർ ഓൺ ദ വേ ടു യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലേക്ക് പോവുകയാണ്. യു മിസ്ഡ് യുവർ ബസ്. നിങ്ങളെ ബസ് നിങ്ങൾക്ക് കിട്ടിയില്ല. നേരെ നടക്കുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ലോങ് ഡിസ്റ്റൻസ്. ഒരുപാട് ദൂരം നടക്കണം. എന്നാൽ ദർ ഇസ് എ ഷോർട്ട് കട്ട് ഓൾസോ. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സ്കൂളിൽ വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഏതാ നിങ്ങൾ എടുക്കുക? ഡെഫിനറ്റ്ലി യു വിൽ ടേക്ക് ദ ഷോർട്ട് കട്ട് മെത്തേഡ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ എമർജൻസി, ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ എടുക്കുന്ന ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. കാരണം ബ്രെയിനിലെത്തി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ അപകടം വളരെ കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ബ്രെയിന് അത്തരം കാര്യങ്ങൾ ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? സ്പൈനൽ കോഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. Then, how does this reflex action takes place in our body? സ്റ്റിമുലസിനെ റിസപ്റ്റർ റിസീവ് ചെയ്യുന്നതോടുകൂടി ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ജനറേറ്റഡ് ഇമ്പൾസസ് സെൻസറി ന്യൂറോണിലൂടെ സ്പൈനൽ കോഡിൽ എത്തുകയും ചെയ്യുന്നു. സ്പൈനൽ കോഡിൽ സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇന്റർ ന്യൂറോണാണ് ഒരു ക്വിക്ക് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ക്വിക്ക് റെസ്പോൺസ് മോട്ടോർ ന്യൂറോണിലൂടെ റിലേറ്റഡ് മസിലിൽ എത്തുമ്പോൾ ബന്ധപ്പെട്ട പേശി നമ്മൾ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ്റെ പ്രവർത്തനം നടക്കുന്നത്.
പേജ് നമ്പർ 17 നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് നൽകിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക. Now you understood there is a pathway for the reflex action. അതായത് റിഫ്ലെക്സ് ആക്ഷന് ഒരു സഞ്ചാര പാതയുണ്ട്. ഈ സഞ്ചാര പാതയ്ക്ക് പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. ഇമ്പൾസസിന്റെ ഒരു പാത്വേക്ക് പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. When intense light fall on your eyes, what will you do? ഒരു ശക്തിയുള്ള പ്രകാശം നിങ്ങളുടെ കണ്ണിലേക്ക് വരികയാണെങ്കിൽ യു വിൽ ക്ലോസ് യുവർ ഐസ്. അതുപോലെ തന്നെ ഒരു ഈച്ച പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ യു വിൽ ടേൺ യുവർ ഹെഡ്. ദിസ് ഈസ് ഓൾസോ വൺ അനദർ ടൈപ്പ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ റിലേറ്റഡ് ടു അവർ ഹെഡ്, നമ്മുടെ തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ നമ്മൾ തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ബ്രെയിൻ. ബ്രെയിൻ ആണ് ഇത്തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ റിഫ്ലെക്സ് ആക്ഷന് പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സ് ഓർ ക്രേനിയൽ റിഫ്ലെക്സ്. Mainly, spinal cord is act as a center of reflex action, and this type of reflex action is called spinal reflex. Related to head, അത് നമ്മൾ കണ്ടു, അത് ക്രേനിയൽ റിഫ്ലെക്സ് ഓർ സെറിബ്രൽ റിഫ്ലെക്സ് ആണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ രണ്ട് തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. സ്പൈനൽ റിഫ്ലെക്സും സെറിബ്രൽ റിഫ്ലെക്സും അതിന്റെ ഉദാഹരണങ്ങളും നിങ്ങൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ റോഡ് സൈഡിൽ ചില ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഡ്രിങ്ക് ചെയ്യുമ്പോൾ ആൽക്കഹോൾ ആണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ഈ ആൽക്കഹോള് ആക്സിലറേറ്റ് ദ ആക്ഷൻസ് ഓഫ് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷൻസിനെ ആക്സിലറേറ്റ് ചെയ്യും. Higher dose of this neurotransmitter retard the actions of brain. നമ്മുടെ ബ്രെയിനിന്റെ ആക്ഷൻസിനെ ഇത് തളർത്തിക്കളയും. അങ്ങനെ വരുമ്പോൾ ആക്ഷൻസിനെ തളർത്തിക്കളയുമ്പോൾ സെറിബ്രൽ റിഫ്ലെക്സ് വീക്കൻഡ് ആവും. അങ്ങനെ സെറിബ്രൽ റിഫ്ലെക്സ് വീക്ക് ആവുമ്പോൾ വാട്ട് ഹാപ്പൻ യു നോ? ദ ബ്രെയിൻ cannot take proper decision in proper time. നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഉദാഹരണമായിട്ട് നിങ്ങൾ നേരെയുള്ള ഒരു റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് യു ആർ നോട്ട് സപ്പോസ് ടു പുട്ട് ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് ചവിട്ടാനേ ഉദ്ദേശിക്കുന്നില്ല. ആ സമയത്താണ് പെട്ടെന്നൊരു കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഡെഫിനറ്റ്ലി വി വിൽ പുട്ട് സഡൻ ബ്രേക്ക്. നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടും. ഇനി നമ്മൾ ആൽക്കഹോൾ കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിലോ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. ഇതും ഒരു ടൈപ്പ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ആണ്. യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്. അതുകൊണ്ടാണ് നമ്മൾ ആ ബോർഡിൽ കാണുന്നത് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന്. ഇപ്പൊ മനസ്സിലായോ? So nervous system help us to experience various stimulus as well as to respond towards them. ഈ nervous system നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സെൻട്രൽ nervous system and peripheral nervous system. Central nervous system is restricted in the center part of our body. നമ്മുടെ സെന്റർ പാർട്ടിൽ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പുറത്തുള്ള എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ there should be a link between central nervous system and rest of our body. Basically, this peripheral nervous system a link between central nervous system and rest of your body, hence with outside world. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. Is peripheral nervous system further classified into somatic nervous system and autonomous nervous system.
സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ഓൾ വോളണ്ടറി മസിൽ സിസ്റ്റം. എല്ലാ മസിൽ ആക്ഷനെയും വോളണ്ടറി മസിൽ ആക്ഷനെയും കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഇനി വാട്ട് ഈസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇൻവോളണ്ടറി ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. This somatic nervous system is not mentioned in your textbook. This is only for your understanding and easy learning. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ ബയോളജി നോട്ടിൽ കുറിച്ചു വെക്കുക. ഇവിടെ നെർവസ് സിസ്റ്റത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഇതിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ വീണ്ടും രണ്ടായി തരംതിരിച്ചതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവും. ഇതിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ വീണ്ടും രണ്ടായി തരംതിരിച്ചതാണ് സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും. This autonomous nervous system controls involuntary muscles in glands, smooth muscles and cardiac muscles, etc. Especially it controls internal involuntary actions. This autonomous nervous system again classified into two: sympathetic system and parasympathetic system. Don't worry about all these classifications. Once you understand this classification, it will be easy for you. Now let's see what this sympathetic and parasympathetic system does. ചില സമയങ്ങൾ പറയാം ടീച്ചർ. അതായത് നിങ്ങൾ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് കയറുകയാണ്. വേറൊന്ന്, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കാണുകയാണ് പെട്ടെന്ന്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? വാട്ട് യു ഫീൽ അറ്റ് ദാറ്റ് ടൈം? Your eye will expand, production of saliva decrease. വായിൽ വെള്ളം വറ്റി എന്നൊക്കെ പറയാറില്ലേ, അതെന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസ് ആവുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ യുവർ ഹാർട്ട് ബീറ്റ് വിൽ ഇൻക്രീസ്, ബ്രീത്തിങ് വിൽ ഇൻക്രീസ്, ട്രക്കിയ എക്സ്പാൻഡ് ആൻഡ് യു ഡോണ്ട് ഫീൽ എനി ഹംഗ്രി. നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടില്ല, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇതിന് കാരണം എന്താണ്? പെരിസ്റ്റാൾസിസ്, അതായത് നമ്മുടെ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവും, ഗ്യാസ്ട്രിക് ആക്ഷൻസ് സ്ലോ ഡൗൺ ആവും. അതുകൊണ്ടാണ് നമുക്ക് വിശപ്പ് തോന്നാത്തതും ഭക്ഷണം കഴിക്കാൻ തോന്നാത്തതും ഒക്കെ. അതുപോലെ തന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ മറ്റൊരു സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് അവർ ഗ്ലൈക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. സോ ദ കണ്ടിന്യൂസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ക്യാൻ മേക്ക് എ പേഴ്സൺ ഡയബറ്റിക് ആയിട്ട് മാറും. ഒരാള് കൂടുതൽ കാലം സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ കൂടിയിട്ട് ഡയബറ്റിക് ആകാന് കാരണമാകും. ഇനി ആഫ്റ്റർ സം ടൈം വി വിൽ റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താകുന്നുണ്ട്? നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ഈ നോർമൽ സ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ ആക്ഷൻസ് ആണ്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും വളരെ അടുത്ത കൂട്ടുകാരാണ്. അവർ ഒരുമിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഒരുമിച്ച് എന്നല്ല, സിമ്പതറ്റിക് പ്രവർത്തിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാരാസിമ്പതറ്റിക് പ്രവർത്തിക്കുന്നു. അതായത് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പാരാസിമ്പതറ്റിക് വന്നിട്ട് പറയും, ഡോണ്ട് വെറി, ബി കൂൾ, ഐ വിൽ മാനേജ് റെസ്റ്റ് ഓഫ് ദ തിങ്സ്. സിമ്പതറ്റിക് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരാസിമ്പതറ്റിക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ആവും, ഹോർമോൺ പ്രൊഡക്ഷന് ഇൻക്രീസ് ആവും. എന്താണോ സിമ്പതറ്റിക് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരാസിമ്പതറ്റിക് ചെയ്യുക. ലെറ്റ്സ് റിവൈസ് വൺസ് അഗൈൻ. ഇത് നോക്കൂ, സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെയും പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ എമർജൻസി സിറ്റുവേഷൻസിൽ സിമ്പതറ്റിക് സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡൈലേറ്റ്, കണ്ണുകൾ വലുതാകും, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, നമ്മുടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും, ശ്വാസകോശം വികസിക്കും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, നമ്മുടെ ഹൃദയസ്പന്ദനം കൂടും, ഗ്യാസ്ട്രിക്
ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ, ആമാശയ പ്രവർത്തനങ്ങൾ കുറയും. അതേപോലെ ഗ്ലൈക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആകും. ഇതൊക്കെയാണ് സിമ്പതറ്റിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നോർമൽ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്റ്റ്, നമ്മുടെ കണ്ണുകൾ ചുരുങ്ങും, സലൈവ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഹാർട്ട് ബീറ്റ് ബിക്കം നോർമൽ, സാധാസ്ഥിതിയിലേക്ക് വരും ഹൃദയസ്പന്ദനം. അതേപോലെ ആമാശയ പ്രവർത്തനങ്ങൾ നോർമലാകും. ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ, അധികമുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് തന്നെ സ്റ്റോർ ചെയ്യപ്പെടും. അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്, അധികം ഹോർമോണുകളുടെ പ്രൊഡക്ഷന് ഇൻക്രീസ് ആയിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ ഡിക്രീസ് ആവും. പെരിസ്റ്റാൾസിസ് ബിക്കം നോർമൽ, പെരിസ്റ്റാൾസിസ് നോർമലാകും. ഇതൊക്കെയാണ് സിമ്പതറ്റിക്കിൻ്റെയും പാരാസിമ്പതറ്റിക്കിൻ്റെയും പ്രവർത്തനങ്ങൾ. മനസ്സിലായല്ലോ? മനസ്സിലായി കാണും. ഹെൽത്തി നെർവസ് സിസ്റ്റം നമ്മുടെ നോർമൽ ബോഡി ആക്ടിവിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ചെറിയൊരു ഡിഫക്ട്സ് പോലും, നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ചെറിയൊരു ഡിഫക്ട്സ് പോലും ഒരു വലിയ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ചിലതാണ് റാബിസ്, ഓട്ടിസം തുടങ്ങിയവ. മറ്റ് ഡിഫക്ട്സ് ആണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺ ആൻഡ് എപ്പിലെപ്സി. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഞാനൊരു സിനിമയുടെ പേര് പറഞ്ഞാൽ, മോഹൻലാലിന്റെ തന്മാത്ര എന്ന സിനിമ. എന്തായിരുന്നു അതിൽ മോഹൻലാലിന്റെ രോഗം? മറവി, അല്ലേ? അതന്നെയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണവും. ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റുട്ടീൻസ് വർക്ക്സ്, നമ്മുടെ ദിനചര്യകൾ ചെയ്യാൻ പറ്റാണ്ടാവുക, അടുത്ത ആൾക്കാരെ പോലും മനസ്സിലാക്കാൻ പറ്റാണ്ടാവുക. ഇതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രോട്ടീൻ ഇൻ ന്യൂറൽ ടിഷ്യൂസ്. ഇൻസോലുബിൾ പ്രോട്ടീൻസ് നമ്മുടെ ന്യൂറൽ ടിഷ്യൂസിൽ അടിഞ്ഞു കൂടുന്നതാണ് ഈ അൽഷിമേഴ്സ് രോഗത്തിന് കാരണം. മറ്റൊന്നാണ് പാർക്കിൻസൺ എന്ന് പറയുന്നത്. പാർക്കിൻസൺ ഉണ്ടാകാനുള്ള കാരണം ഡൊപ്പാമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുറവാണ്. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, അതേപോലെ തന്നെ ഇറഗുലർ മൂവ്മെന്റ് ഓഫ് ദ മസിൽസ്, ഷിവറിംഗ് ഓഫ് ദ ബോഡി ആൻഡ് പ്രൊഫ്യൂസ് സലൈവേഷൻ. നമ്മുടെ വായിൽ നിന്നും ഒക്കെ വെള്ളം ഒലിക്കുക, അതേപോലെ നമ്മുടെ ബോഡി ബാലൻസ് ഇല്ലാണ്ടാവുക. ഇതൊക്കെയാണ് പാർക്കിൻസന് കാരണം. നെക്സ്റ്റ് എപ്പിലെപ്സി. എപ്പിലെപ്സി it is the continuous and irregular flow of electric charges in the brain. നമുക്കറിയാം, what is impulse? It is the messages, electric messages in the nerves. nervesലൂടെയുള്ള ഇലക്ട്രിക് മെസ്സേജസ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ ആണ് എന്തുണ്ടാക്കുന്നത്? എപ്പിലെപ്സി ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, അതായത് നുരയും പതയും വരിക, അതേപോലെ തന്നെ ക്ലെൻജിങ് ഓഫ് ടീത്ത്, നാവും പല്ലും തമ്മിൽ കൂട്ടിക്കടിക്കുക, ഉടനെ തന്നെ അൺകോൺഷ്യസ് ആകുക, പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുക. ഇതൊക്കെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ. ഇവയെ കൂടാതെ തന്നെ നിങ്ങൾ മറ്റു രോഗങ്ങൾ കണ്ടെത്തി നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഒന്നാമത്തത് അൽഷിമേഴ്സ്, അക്യുമുലേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺ ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓർമ്മ ഇല്ലാതാകുക, അടുത്ത ബന്ധുക്കളെയും കൂട്ടുകാരെയും മനസ്സിലാക്കാൻ പറ്റാതാകുക, ദിനചര്യകൾ ചെയ്യാൻ പറ്റാതാകുക. പാർക്കിൻസൺ, ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്യൂൾ ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡൊപ്പാമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഡൊപ്പാമൈൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവാണ്. ലക്ഷണങ്ങൾ ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. എപ്പിലെപ്സി, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലാർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലഞ്ചിങ് ഓഫ് ടീത്ത്, ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫാൾസ് അൺകോൺഷ്യസ്. ഇത്രയുമാണ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള നെർവസ് ഡിഫക്ട്സ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഷുഡ് ബി വെരി കൈൻഡ്.
the patient needs nursing with love and care. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടിയും വളരെ ശ്രദ്ധയോടു കൂടിയുമാണ് ഇത്തരത്തിലുള്ള രോഗികളെ പരിപാലിക്കേണ്ടത്. രോഗം ഒരു കുറ്റമാണോ? അല്ല. നമുക്ക് ആർക്കും എപ്പോഴും രോഗം വരാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രോഗം ബാധിച്ച ആളുകളോട് വളരെ സ്നേഹത്തോടുകൂടിയും വളരെ പരിഗണനയോടുകൂടിയും മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അത് അവരുടെ രോഗത്തിന്റെ തീവ്രതയെ മറികടക്കാൻ അവരെ സഹായിക്കും. ഇത്തരത്തിലുള്ള രോഗികളോട് നമ്മൾ വളരെ കരുതലോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയും മാത്രമേ പെരുമാറാവൂ. ഈ കരുതലും സ്നേഹവും അവരുടെ മാനസിക ഉല്ലാസം കൂട്ടുകയും ഇത്തരത്തിലുള്ള രോഗങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. Hope you all understood today's chapter. Don't forget to send your valuable suggestions. Happy learning. This is Shibna signing off.